കുട്ടികളിൽ ഉണ്ടാകുന്ന പുൾഡ് എൽബോ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണയായി 1 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ കൈ വലിക്കുമ്പോൾ പെട്ടെന്ന് എൽബോ ജോയിന്റിലെ ഒരു എല്ല് തെറ്റിപ്പോകുന്നതിനെയാണ് പുൾഡ് എൽബോ എന്ന് പറയുന്നത്. ഇങ്ങനെ കുട്ടികളിൽ സംഭവിക്കുന്നതിന്റെ കാരണം റേഡിയസ് എന്ന എല്ലിന്റെ ചുറ്റുമുള്ള ലിഗമെന്റിന്റെ വളർച്ച പൂർത്തിയാക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ലിഗമെന്റിന്റെ ടൈറ്റനിങ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. പുൾഡ് എൽബോ എങ്ങനെ മനസ്സിലാക്കാം? 1. കുട്ടിയുടെ കൈയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വലിച്ചിൽ, അതിനുശേഷം കുട്ടി ആ കൈ ഉപയോഗിക്കുന്നില്ല. 2. കുട്ടിയുടെ എൽബോ ജോയിന്റിലേക്ക് വേദന ചൂണ്ടിക്കാട്ടുന്നു. 3. കുട്ടി ആ കൈ 90 ഡിഗ്രിയിൽ മടക്കി വെക്കുകയും അത് ശരീരത്തോട് ചേർത്ത് അനക്കാതെ പിടിക്കുകയും ചെയ്യുന്നു. 4. പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ജോയിന്റിൽ നീരോ ചതവോ വളവുകളോ ഒന്നും കാണുന്നില്ല. ഒരു വട്ടം പുൾഡ് എൽബോ ഉണ്ടായാൽ ലിഗമെന്റുകൾ ലൂസാകുന്നത് മൂലം കുട്ടിക്ക് 20% മുതൽ 30% വരെ അധിക സാധ്യത അടുത്തൊരു പുൾഡ് എൽബോ ഉണ്ടാകാനുണ്ട്. ഇത് എങ്ങനെ തടയാം? സാധാരണഗതിയിൽ 5 വയസ്സാകുന്നതോടുകൂടി കുട്ടികളിലെ ലിഗമെന്റ് ടൈറ്റ് ആവുകയും പുൾഡ് എൽബോ ഉണ്ടാകാനുള്ള സാധ്യത തനിയെ ഇല്ലാതാവുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുട്ടിക്ക് ഒരു പ്രാവശ്യം പുൾഡ് എൽബോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് തൂക്കുന്നതും കയ്യിൽ പിടിച്ചെടുക്കുന്നതും വട്ടത്തിൽ കറക്കുന്നതും നടക്കുമ്പോൾ പിടിച്ച് വലിക്കുന്നതുമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുൾഡ് എൽബോ ഉണ്ടെങ്കിൽ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ഇക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. താങ്ക്